ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. ദുനിയാവിലെ ജീവിതം ഏത് സമയത്തും അവസാനിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു 13 വയസ്സ് മുതൽ ഒരു 22-23 വയസ്സ് വരെ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. മരിച്ചു പഠിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? ഒരു ലക്ഷ്യത്തിലെത്തണം. ഒരു 60 കൊല്ലാണ് നമ്മളിവിടെ ജീവിക്കുക. 60 കൊല്ലം മിനിമം നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന 40 കൊല്ലം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ +2, നമ്മുടെ ഡിഗ്രി, നമ്മുടെ പഠനകാലമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കും. അങ്ങനെ പഠനം കഴിഞ്ഞ് അടുത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടുന്നത് എന്തിൻ്റെ പിന്നാലെ? ഒരു നല്ല കല്യാണം വേണം, നല്ലൊരു കുടുംബം വേണം. അങ്ങനെ നല്ലൊരു കല്യാണം കഴിച്ചു, കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ മക്കളാകുന്നു. പിന്നെ നമ്മൾ ഓടുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്. കല്ല ബൽ തുഹിബ്ബൂനൽ ആജില. നമുക്ക് പ്രായപൂർത്തിയും പക്വതയും എത്തിയ അന്ന് മുതൽ നമ്മൾ ഓടുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ വിവാഹം, എൻ്റെ മക്കൾ, എൻ്റെ വീട്. എൻ്റെ ഖബറിനെക്കുറിച്ച്, എൻ്റെ പരലോകത്തെക്കുറിച്ച്, എൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖബറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ഖബറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഖബറാളികളോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അദ്ദേഹം സംസാരിക്കുന്നത് എന്താ അറിയോ? യാ അയ്യത്തുഹൽ മഖാബിർ, ഖബർ കിടക്കുന്ന മനുഷ്യന്മാരെ, കം ഫീക മിൻ ഹബീബ്, ഈ ഖബറിലൊക്കെ എത്ര പ്രിയപ്പെട്ടവരാണ് എൻ്റെ കിടക്കുന്നത്. കം ഫീക മിൻ ഖരീബ്, എൻ്റെ അടുത്ത എത്ര ബന്ധുക്കളാണ് ഈ ഖബറുകളിലൊക്കെ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താ അറിയാ? മൗത്ത്, മരണമേ, മദാ ഫഅൽത മിൻ നഹിബ്ബ, എൻ്റെ കുടുംബക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെ നീ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുന്നതാണ്. അദ്ദേഹം പറയാണ്, മരണം എന്നോട് പറയും അക്കൽത്തുൽ ഐനൈൻ, ഞാൻ അവരുടെ കണ്ണുകൾ തിന്നു, അവരുടെ കവിളുകൾ തിന്നു, അവരുടെ നെറ്റിയിലെ കഫൻപുടമ മാറ്റി ഞാൻ അവരെ പൂർണ്ണമായും തിന്നു എന്ന് മരണം എന്നോട് പറയുമെന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. എന്നാൽ ആ ചിന്തയും ബോധവും ഖുർആൻ അടുത്ത വാചകത്തിൽ പറയുന്നു, വതദറൂനൽ ആഖിറ, അത് നിങ്ങൾ മറന്നു കളയുന്നു, അത് നിങ്ങൾ വിട്ടേച്ച് കളയുന്നു എന്ന് പരിശുദ്ധമായ ഖുർആനാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ദുനിയാവിലെ സമ്പത്തും മക്കളുമെല്ലാം അതൊക്കെ ഉറപ്പില്ലാത്തതാണ്. എന്നാൽ ഉറപ്പില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. മരണം അത് ഉറപ്പുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മരണാനന്തര ജീവിതം അത് ഉറപ്പുള്ളതാണ്. ഖബർ ജീവിതം അത് ഉറപ്പുള്ളതാണ്. നാളെ പരലോകത്ത് വിചാരണ അത് ഉറപ്പുള്ളതാണ്. നാളെ പരലോകത്ത് സ്വർഗമുണ്ട്, നരകമുണ്ട്, സിറാത്തുണ്ട്, മീസാനുണ്ട്. ഇതൊക്കെ ഉറപ്പുള്ളതാണ്. ഈ ഉറപ്പുള്ളതിന് വേണ്ടി ദുനിയാവിലെ ഏത് സമയത്തും നഷ്ടപ്പെടുന്നതിനെ വിസ്മരിക്കാനും അതിനേക്കാളും പ്രാധാന്യം കൊടുക്കാനും നമുക്കെന്നാണോ സാധിക്കുന്നത്, അന്ന് മാത്രമാണ് നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ.